എല്ലാവർക്കും നമസ്കാരം. സൂപ്രണ്ട് ഓഫ് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് എക്സാമിന് വേണ്ടി മാത്തമാറ്റിക്സിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സൊല്യൂഷൻ ഓഫ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. കാണുമ്പോൾ തന്നെ അറിയാം, ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ഡി ബൈ ഡി ടി ക്യാപിറ്റൽ ഡി എടുത്താൽ ഡി സ്ക്വയർ എക്സ് പ്ലസ് 6dx പ്ലസ് 9x ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ അവിടുന്ന് ഓക്സിലറി ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ എന്ത് വരും? എം സ്ക്വയർ പ്ലസ് 6m പ്ലസ് 9 ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ. ശരിയല്ലേ? എം സ്ക്വയർ പ്ലസ് 6m പ്ലസ് 9 ഇസ് ഈക്വൽ ടു 0 ഇസ് ദ റിക്വയർഡ് ഓക്സിലറി ഇക്വേഷൻ. സെറ്റാണല്ലോ. എം സ്ക്വയർ പ്ലസ് 6m പ്ലസ് 9 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് m പ്ലസ് 3 ഹോൾ സ്ക്വയർ ആണ്. ഇത് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ, എം സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3 ഇൻറ്റു എം 6m പ്ലസ് 3 സ്ക്വയർ 9. സോ അവിടുന്ന് നമുക്ക് റിപ്പീറ്റഡ് റൂട്ട് കണ്ടീഷൻ എം ഇസ് ഈക്വൽ ടു -3 -3 എന്ന് കിട്ടും. റൂട്ടുകൾ സെയിം ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എന്താണ്? C1 പ്ലസ് C2x ഇൻറ്റു ഇ റൈസ് ടു mx. അപ്പോൾ ഇവിടെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ടി ആണ്. ശരിയല്ലേ? അപ്പം നമ്മുടെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ അഥവാ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ C1 പ്ലസ് C2t ഇൻറ്റു ഇ റൈസ് ടു mt. എം എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് -3 ആണ്. സോ -3t. ഇത് ഓപ്പൺ ചെയ്താൽ എന്ത് വരും? C1 ഇ റൈസ് ടു -3t പ്ലസ് C2 ഇൻറ്റു ടി ഇൻറ്റു ഇ റൈസ് ടു -3t. കിട്ടുന്നുണ്ടോ നോക്കിക്കേ. C1 ഇ റൈസ് ടു -3t പ്ലസ് C2 ഇൻറ്റു ടി ഇൻറ്റു ഇ റൈസ് ടു -3t. സാധാരണഗതിയിൽ y ഈക്വൽ ടു എന്നാണ് എഴുതുന്നത്. ഇവിടെ നമ്മൾ സൊല്യൂഷൻ x ഈക്വൽ ടു എന്നാണ് എഴുതേണ്ടത്. കാരണം എന്താണ്? ഇത് ഫംഗ്ഷൻ ഓഫ് x ആയതുകൊണ്ട്. കാരണം dx ബൈ dt അല്ലേ. സോ x ഇസ് ഈക്വൽ ടു C1 പ്ലസ് C2t ഇൻറ്റു ഇ റൈസ് ടു -3t. അപ്പോൾ C1 ഇ റൈസ് ടു -3t പ്ലസ് C2 t ഇൻറ്റു ഇ റൈസ് ടു -3t ആണ് നമ്മുടെ സൊല്യൂഷൻ. ഓക്കെ.